ഈ കാണുന്ന ന്യൂസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതിന് പിന്നിലുള്ള സയൻസ് നമുക്ക് നോക്കിയാലോ. ലോകത്തിലെ ഏറ്റവും വലിയ ആസിഡ് ഗീസർ അതാണ് യെല്ലോ സ്റ്റോണിലെ എക്കിനീസ് ഗീസർ. ലോകത്തിലെ മിക്ക ഗീസേഴ്സും ആൽക്കലൈൻ സ്വഭാവമുള്ളവയാണ്. എന്നാൽ എക്കിനീസിലെ വെള്ളം അത്യധികം അസിഡിക് നേച്ചർ ഉള്ളവയാണ്. ഭൂമിക്കടിയിൽ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന സങ്കീർണമായ സബ്ടെറേനിയൻ നെറ്റ്വർക്ക് വളരെ വിചിത്രമാണ്. കിലോമീറ്ററുകളോളം നീളുന്ന ഈ അണ്ടർഗ്രൗണ്ട് ചാനൽസ് വഴി മാർഗമായ വോൾക്കാനിക് ഗ്യാസസ്, പ്രത്യേകിച്ച് ഹൈഡ്രജൻ സൾഫേറ്റ്, ഭൂഗർഭജലവുമായിട്ട് നേരിട്ട് കലരുന്നു. ഈ കെമിക്കൽ റിയാക്ഷൻസ് വഴി അവിടെ സൾഫ്യൂരിക് ആസിഡ് രൂപപ്പെടുന്നു. സാധാരണ ഗേസസ് ആൽക്കലൈൻ ആയിരിക്കുമ്പോൾ ഇഗ്നിയസ് ഗീസർ അത്യധികം അസിഡിക് ആകാൻ കാരണം ഇതാണ്. ഇനി എന്താണ് ഇതിന്റെ pH വാല്യൂ കൊണ്ട് അർത്ഥമാക്കുന്നത്? നോർമൽ വാട്ടറിന്റെ pH വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. എന്നാൽ ഇഗ്നിയസ് ഗീസേഴ്സിന്റെ വെറും 3.3 മുതൽ 3.6 വരെയാണ്. ഇത് എത്രത്തോളം സ്ട്രോങ് ആണെന്ന് ചോദിച്ചാൽ, നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന വിനെഗർ അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന അതേ അസിഡിറ്റി ഈ ഗീസേഴ്സിലെ തിളച്ചു മറിയുന്ന വെള്ളത്തിനുണ്ട്. ചുരുക്കത്തിൽ മഴയേക്കാൾ പവർഫുൾ ആയ ഒരു ആസിഡ് ഫൗണ്ടെയിൻ ആണ് യെല്ലോ സ്റ്റോണിൽ ഇപ്പോൾ സജീവമായിരിക്കുന്നത്. 2020 ഡിസംബറിന് ശേഷം കഴിഞ്ഞ 6 വർഷമായി ഇഗ്നിയസ് നിശബ്ദമായിരുന്നു. ഭൂമിക്കടിയിലെ പൈപ്പ് ലൈനുകൾ അഥവാ കണ്ടുയിറ്റ്സ് പൊടിപടലങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മിനറൽസ് കൊണ്ടോ അടിഞ്ഞു പോകുന്നതാണ് ഇതിന് കാരണം. എന്നാൽ 2026 ഫെബ്രുവരിയിൽ ഭൂമിക്കടിയിലെ പ്രഷർ ആ പരിധി ലംഘിച്ചു. 6 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് 30 അടി ഉയരത്തിലേക്ക് ഈ ആസിഡ് പ്രവാഹം വീണ്ടും കുതിച്ചുവരികയാണ്. ഭൂമി ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആസിഡ് ഉറവ എത്ര നാൾ സജീവമായിരിക്കുമെന്ന് ആർക്കും അറിയില്ല. പ്രകൃതിയുടെ ഇത്തരം അത്ഭുതങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ പേജ് ഒന്ന് ഫോളോ ചെയ്യും.